ഇല്ലേ? ഇവനവളെ മനഃപൂർവ്വം വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള ഉറപ്പാ. സാറേ, ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടൊന്നുമില്ല. സാർ ഒരു അനാവശ്യം പറയല്ലേ. എടാ രഘു, നിർത്ത്. ഞാൻ സംസാരിച്ചോണ്ടിരിക്കല്ലേ. എന്താ ഞങ്ങള് പിന്നെ എന്ത് തോന്നിയാസം പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കണോ? ഡാ ചിലക്കാതെ. നീയേ വലിയ പുണ്യാളനാവാനൊന്നും നോക്കണ്ട. നീ പല തവണയായിട്ട് ആ പെണ്ണിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വ്യക്തമായ തെളിവും സാക്ഷികളും ഉണ്ട്. പിന്നെ ഇവൻ വണ്ടി ഓടിച്ചത് മദ്യപിച്ചിട്ടാണെന്ന് മെഡിക്കൽ എടുത്തപ്പോ തെളിഞ്ഞിട്ടുമുണ്ട്. ഇവന്റെ ശരീരത്തിൽ ഇപ്പോൾ രക്തത്തേക്കാൾ കൂടുതൽ മദ്യമാണെന്ന് ഉറപ്പാ. എന്തായാലും ഈ പ്രാവശ്യം കൂടി എനിക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കും. ഇനി അവന്റെ ഭാഗത്തുനിന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്കിളിത് എന്തറിഞ്ഞിട്ടാ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എടാ, നീ ചെയ്ത തെറ്റെന്താണെന്ന് ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തി തരാം. ആദ്യം ആ പെണ്ണിന്റെ മൊഴിയൊന്നും എടുക്കട്ടെ. ഓ, അത് ധൈര്യമായിട്ട് എടുത്തോ. സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ലാത്തടത്തോളം എനിക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. എടാ, ഒന്ന് നിർത്താനാണ് നിന്നോട് പറഞ്ഞത്. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ചുമ്മാ വെള്ളം ഒടിച്ചോണ്ട് കുടവണാന്ന് പറഞ്ഞോണ്ടേ. സാറിനോടുള്ള സ്നേഹം കൊണ്ടാ ഞാനിപ്പോ സംസാരിക്കുന്ന പോലും. അല്ലെങ്കിൽ എപ്പോഴേ ഇവനെ പിടിച്ച് അകത്തിട്ടേനെ. അതറിയാം. എന്തായാലും സഹായിക്കൂ പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പെണ്ണിന്റെ മൊഴി പോലെ ഇരിക്കും ഇവന്റെ ഭാവി. ഇന്ദ്രേട്ടാ, ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പം ആക്സിഡന്റിൽ ഗുരുതരമായ പരിക്കെന്തെങ്കിലും കാണുമോ ആമിക്ക്? ഏയ്, അതിനൊന്നും സാധ്യതയില്ല. അങ്ങനെ എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ അറിയിക്കേണ്ടതല്ലേ. പക്ഷേ ആമി എങ്ങനെ രഘുവിൻ്റെ വണ്ടിയുടെ മുമ്പിൽ പെട്ടുവെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇനി അവൻ അവളെ അന്വേഷിച്ചു പോയതായിരിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രഘുവേട്ടൻ എന്ത് ചെയ്താലും ഇപ്പൊ പ്രശ്നം. സമയദോഷം അതിന്റെ മൂർധന്യത്തിലാന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ വണ്ടി ചോദിച്ച് രഘുവേട്ടന് നമ്മുടെ വീട്ടിൽ വരാൻ തോന്നൂ. നമ്മൾ ആ വണ്ടിയുമായിട്ട് യാത്ര പോകാൻ തീരുമാനിച്ച കാര്യം അച്ഛനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അച്ഛനത് പഞ്ചരത്നത്തിൽ ആരോടും പറഞ്ഞിട്ടുമില്ല. രഘു അറിഞ്ഞിരുന്നെങ്കിൽ അവനൊരിക്കലും വണ്ടി ചോദിച്ചു വരില്ലായിരുന്നു. കുടിച്ച് ബോധമില്ലാത്ത രഘുവേട്ടനോട് അച്ഛൻ എന്ത് പറയാനാ ഇന്ദ്രേട്ടാ? പിന്നെ അതുമല്ല, അതിരാവിലെ ഗുരുവായൂർക്ക് പോയില്ലേ? എനിക്കും ചെറിയ അബദ്ധം പറ്റിപ്പോയി. രഘുവിനെ തിരിച്ചു വിളിച്ച് യാത്ര പോകുന്ന കാര്യം പറയണമായിരുന്നു. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല, അച്ഛനെ വിളിച്ച് ഇപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കണം. ഏയ്, അത് വേണ്ട. അച്ഛനൊരു യാത്രയിലല്ലേ, വെറുതെ ടെൻഷൻ കൊടുക്കണ്ട. അല്ല, ഇനി നമുക്ക് വീട്ടിലൊന്നും അറിയിക്കണ്ടേ? രഘുവേട്ടൻ തിരിച്ചെത്താൻ വൈകുമ്പോ അവിടെയുള്ളവർക്ക് ടെൻഷൻ ആവില്ലേ? പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വേറെ ആരെങ്കിലും വിളിച്ചു പറയുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു സൂചന കൊടുക്കുന്നതല്ലേ? അമ്പിളി വിളിക്കണ്ട, ചീരുവിനൊന്ന് വിളിച്ച് പറയുന്നത് നല്ലതാ. ചിലപ്പോ കേസ് വേറെ ലെവലിലേക്കൊക്കെ മാറുകയാണെങ്കിൽ പെട്ടെന്നറിയുമ്പോൾ അവർക്കൊരു ഷോക്കാവും. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം അനുവൊന്ന് വിളിച്ച് പറഞ്ഞേക്ക്. അല്ല, അപ്പോ കേസ് ഗുരുതരാവും തന്നെയാണോ ഇന്ദ്രേട്ടൻ പറയുന്നത്? അപ്പൊ ആമിക്ക് എന്തെങ്കിലും സംഭവിക്കോ? അല്ല, രഘുവേട്ടൻ ഇനിയിപ്പം മനഃപൂർവ്വം ചെയ്തായിരിക്കോ? ഏയ്, ഞാൻ അങ്ങനെ ഉദ്ദേശമല്ല അനു പറഞ്ഞേ. പക്ഷെ എന്തും നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. നീ ഏതായാലും ചീരുവിനൊന്ന് വിളിച്ച് പറ. ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ, ആമയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ആക്സിഡന്റ് കേസല്ലേ? ആ, തലയിലേറ്റ മുറിവ് പുറമെ അത്ര ഗൗരവമായിട്ട് തോന്നുന്നില്ല. പക്ഷേ പേഷ്യന്റ് ഇപ്പോഴും അൺകോൺഷ്യസാ. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ചിലപ്പോ ആക്സിഡന്റ് സമയത്തുണ്ടായ മെന്റൽ ഷോക്ക് ആവാം. 1 hour ഒബ്സർവ് ചെയ്ത് നോക്കാം. അതിനുള്ളിൽ കോൺഷ്യസ് ആയില്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ?
ചിരു ആ ആ ആ ചിരു, ഞാൻ മോളെയും കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വരാം. എല്ലാ മാസവും ജന്മനക്ഷത്ര നാളിൽ പോവാറുള്ളതാ. പോയിട്ട് വാ ചേച്ചി. നന്നായി പ്രാർത്ഥിച്ചിട്ട് വാ. നഷ്ടപ്പെട്ട മനസമാധാനം ദൈവം തിരിച്ചു തരും. എന്റെ കാര്യത്തിലേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ചിരു. എന്റെ വിധി എന്റെ മോൾക്ക് ഉണ്ടാവാതിരിക്കാനാ എന്റെ പ്രാർത്ഥന മുഴുവനും. ആ അച്ഛനാവും, ഇവിടുത്തെ കാര്യങ്ങളൊന്നും തൽക്കാലം നീ പറയണ്ട. ലച്ചു, ആ ഫോണിങ് എടുത്തിട്ട് വാ. ഞാനൊന്നും പറയുന്നില്ല ചേച്ചി. അച്ഛനെ തൽക്കാലം ഒന്നും അറിയണ്ട. ഇങ്ങതാ അനുചേച്ചിയാണല്ലോ. ചേച്ചി എന്താണോ വീണ്ടും വിളിക്കുന്നത്? നീ എടുത്തു നോക്കി ചിരു. ആ അനുചേച്ചി. മോളെ ചീരു, വീണ്ടും ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എന്താ ചേച്ചി, എന്താ പ്രശ്നം? അത് ഈ രഘുവേട്ടന്റെ പേരില് ചെറിയൊരു ആക്സിഡന്റ് കേസ്. അയ്യോ, ആക്സിഡന്റ് കേസോ? രഘുവേട്ടൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടുമല്ല ആയിരിക്കും അല്ലേ? ആ അവസാനം അതും സംഭവിച്ചു. എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാലേ അയാൾ പഠിക്കൂന്ന്. ചേച്ചി അടുത്തുണ്ടായിരുന്നോ? നീ ചേച്ചിക്കൊന്ന് ഫോൺ കൊടുത്തേ. ദയച്ചി സംസാരിക്കും. വേണ്ട ചീരു, അറിയാനുള്ളതൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. ഇനി എന്ത് സംസാരിക്കാനാ? അതല്ലേ ചേച്ചി, അനുചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ടിട്ട് പോ. ഇടിക്ക്. ആ പറയുന്നു. ചേച്ചി പേടിക്കാൻ മാത്രം ഒന്നുമില്ല. ആക്സിഡന്റ് ഉണ്ടായത് രഘുവേട്ടൻ കാരണമാണെന്ന് ഉറപ്പൊന്നുമില്ല. ആക്സിഡന്റ് സംഭവിച്ച ഹോസ്പിറ്റലായിരിക്കുന്നത് അവളാ, ആമി. ആമിയോ? വീണ്ടും രഘുവേട്ടൻ അവളുടെ പുറകെ പോയല്ലേ? വളർത്താൻ കിട്ടില്ലെന്ന് തോന്നിയപ്പോഴേ കൊല്ലാൻ തീരുമാനിച്ചതായിരിക്കും. അയ്യോ ചേച്ചി അങ്ങനൊന്നും പറയല്ലേ. രഘുവേട്ടൻ അവളെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എന്താനും അവിടെ സംഭവിച്ചത്? നിങ്ങൾ അവളെ കണ്ട് സംസാരിച്ചു നോക്ക്, അപ്പ അറിയാം. ഞാനും ഇന്ദ്രേട്ടനും ആമിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നിരിക്കുക ചേച്ചി. അവൾ എന്ത് പറയുന്നു നോക്കട്ടെ. അതുവരെ നമ്മുടെ രഘുവേട്ടനെ കുറ്റക്കാരനായി കാണണ്ട ചേച്ചി. ഞാൻ എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരുപോലെയാ. ഞാനേ ഫോൺ ചീരുവിന്റെ കയ്യിൽ കൊടുക്കാം. എടി ഞാൻ പോവാ, അമ്പലം അടയ്ക്കും. ചേച്ചി നിന്റെ ചെരുപ്പ് എവിടെ അടി കിടക്കുന്നേ? ആ പോയി എടുത്തിട്ട് ഓ. അഞ്ചേച്ചി അമ്പലി ചേച്ചി മോളെ കൊണ്ട് അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു.